അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഭിന്നക ഗുണനം, ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എന്താ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അഭിന്നക ഗുണനം. ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഗുണിക്കുന്നതിന് മുമ്പ് ഈ സാധനം എന്താണെന്ന് അറിയണ്ടേ? എന്താണ് ഇറാഷണൽ, എന്താണ് അഭിന്നകം എന്നറിയണ്ടേ? അതായത് എന്താണ് ഇറാഷണൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്നറിയണ്ടേ? അല്ലെങ്കിൽ എന്താണ് അഭിന്നകം അല്ലെങ്കിൽ എന്താണ് അഭിന്നക സംഖ്യകൾ എന്നറിയണ്ടേ? ഒന്നുമില്ല, അതേ ശ്രദ്ധിച്ചിരുന്നു. വളരെ സിമ്പിളാണ്. 5ന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 25 കിട്ടും. അതായത് 5ന്റെ ആരാണ് 25? സ്ക്വയറാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ വർഗമാണെന്ന് പറയും അല്ലേ? 5ന്റെ വർഗമാണ് 25. തിരിച്ച് 25ന്റെ ആരാണ് 5? വർഗമാണോ? അല്ല. തിരിച്ച് നമ്മൾ പറയുന്ന പേരെന്താണ്? സ്ക്വയർ റൂട്ട് എന്ന് പറയും. എന്താണ്? സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം എന്ന് പറയും. കേട്ടല്ലോ? അതായത് 5ന്റെ സ്ക്വയർ ആണ് 25. തിരിച്ച് 25ന്റെ ആരാണ് 5? 25ന്റെ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 5 കിട്ടുന്നത്. അല്ലെങ്കിൽ 25ന്റെ വർഗമൂലം എടുക്കുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്. അതുപോലെ തന്നെ 6ന്റെ സ്ക്വയർ ആണ് 36. അപ്പോൾ 36ന്റെ അല്ലെങ്കിൽ 6ന്റെ സ്ക്വയർ ആണ് അല്ലെങ്കിൽ വർഗമാണ് 36. അപ്പോൾ 36ന്റെ റൂട്ട് എടുത്താൽ നമുക്ക് 6 കിട്ടും. അല്ലെങ്കിൽ 36ന്റെ വർഗമൂലം എടുത്താൽ നമുക്ക് 6 കിട്ടും എന്നറിയാമല്ലോ? അറിയാം. അപ്പൊ ശ്രദ്ധിച്ചു നോക്കി, ഞാൻ കുറച്ച് വർഗങ്ങൾ ഇവിടെ എഴുതാൻ പോവാണ്. വർഗം അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ഇവിടെ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചു. 1ന്റെ സ്ക്വയർ എത്രയാടാ? 1ന്റെ സ്ക്വയർ 1 ആണ്. 1 × 1 1. 2ന്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2നെ ഒന്നുകൂടി 2 വെച്ച് തന്നെ പിടിക്കണം. അപ്പൊ എത്രയാണ്? 4. 3ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 3ന്റെ വർഗം എങ്ങനെ കണ്ടുപിടിക്കണം? 3 × 2 ആണ് ചെയ്യേണ്ടത്. അല്ല, 3നെ ഒരു തവണ കൂടി 3 കൊണ്ട് ഗുണിക്കണം. 3നെ 2 തവണ ഗുണിക്കണം. 3 × 3 എത്രയാണ്? 9. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 6ന്റെ സ്ക്വയർ 36. 7ൻ്റെത് 49. 8ൻ്റെത് 64. 9ൻ്റെത് 81. 10ൻ്റെത് 100. ഇതെല്ലാം വർഗങ്ങളാണ് അല്ലെ? തിരിച്ചെഴുതുന്നതിന് നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു? വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് പറയും. അതായത് ഇവിടെയുള്ള നമ്പറിന്റെ റൂട്ട് എടുത്താൽ ഇത് കിട്ടും. അതായത് റൂട്ട് 1 എത്രയാണ്? 1. ഇവിടുത്തെ റൂട്ട് 4ന്റെ റൂട്ട് എടുത്താൽ നമുക്ക് 4 എന്തിന്റെ സ്ക്വയർ ആണ്? 2 ഉത്തരം കിട്ടും. 9ന്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടും? 3. ഇവിടെ 16ന്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടും? 4. അതുപോലെ നേരത്തെ പറഞ്ഞ 25ന്റെ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? 5. 36ന്റെ റൂട്ട് എടുത്താൽ എത്ര കിട്ടും? 6. 49ന്റെ റൂട്ട് എടുത്താൽ എത്ര കിട്ടും? 7. 64ന്റെ റൂട്ട് എടുത്താൽ 8. 81ന്റെ റൂട്ട് എടുത്താൽ 9. 100ന്റെ റൂട്ട് എടുത്താൽ 10 നമുക്ക് കിട്ടും. ഇവിടെ നോക്കിയേ, സ്ക്വയർ 1 2 2 2 3 2 4 2 5 2 എല്ലാത്തിനും ഉണ്ട്. ഇവിടെ നോക്കിയേ, 1ന്റെ റൂട്ട് ഉണ്ട്, 1 ആണ്. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, റൂട്ട് 2ന്റെ റൂട്ട് എത്രയാണ്? നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നോക്കി പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താണ്? 2 സ്ക്വയർ ആയിട്ട് ഉത്തരം വരുന്നില്ല. 2ന് റൂട്ട് 1 കഴിഞ്ഞാൽ പിന്നെ എഴുതിയേക്കുന്ന 4 ആണ്. റൂട്ട് 2 എത്രയാണെന്ന് എഴുതിയിട്ടില്ല. റൂട്ട് 3 എത്രയാണെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. റൂട്ട് 4 എഴുതിയിട്ടുണ്ട് അവര്. റൂട്ട് 4 വേണ്ട. റൂട്ട് 5 എഴുതിയിട്ടുണ്ടോ? അന്ന് നോക്കിയേ, റൂട്ട് 5 എഴുതിയിട്ടുണ്ടോ? ഇല്ല. റൂട്ട് 6 എഴുതിയിട്ടുണ്ടോ? ഇല്ല. റൂട്ട് 7 എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ റൂട്ട് എടുത്താൽ കൃത്യമായി ഉത്തരം കിട്ടാത്ത നമ്പറുകളില്ലേ? റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5 ഇതുപോലത്തെ നമ്പറുകൾ. ഈ നമ്പറുകളെ എല്ലാത്തിനെയും ചേർത്താണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? അഭിന്നക സംഖ്യകൾ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ്. കേട്ടല്ലോ? ഇറാഷണൽ നമ്പറിന് അല്ലെങ്കിൽ അഭിന്നക സംഖ്യകൾക്ക് വേറെ കുറേ ഡെഫിനിഷനുകളുണ്ട്. പല രീതിയിൽ ഇത് ഡിഫൈൻ ചെയ്യാം. എന്താണെന്ന് പല രീതിയിൽ പറയാം. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം പഠിക്കാൻ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ ആവശ്യമുള്ളത് ഈ ഡെഫിനിഷനാണ്. റൂട്ട് എടുത്താൽ കൃത്യമായി ഉത്തരം കിട്ടാത്ത നമ്പറുകളെ നമുക്ക് എന്ത് പറയാം? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം, അഭിന്നക സംഖ്യകൾ എന്ന് പറയാം. അപ്പൊ ഏതൊക്കെയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഷണൽ നമ്പർ? റൂട്ട് 2 ഉണ്ട്, റൂട്ട് 3 ഉണ്ട്, റൂട്ട് 5 ഉണ്ട്, റൂട്ട് 6 ഉണ്ട്, റൂട്ട് 7 ഉണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
ഇങ്ങനെ റൂട്ട് എടുത്താൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടാത്ത നമ്പറുകളെ നമ്മൾ എന്ത് പേര് പറയും? ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നക സംഖ്യകൾ എന്ന് പറയും. ഈ സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എളുപ്പമല്ലേ? അപ്പൊ ഇനി അടുത്തത് ഈ സംഖ്യകൾ എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം എന്നാണ്. നമ്മളൊരു സംഖ്യ ആദ്യമായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇതെങ്ങനെ കൂട്ടാമെന്ന് പഠിക്കണം, ഇതെങ്ങനെ കുറയ്ക്കാമെന്ന് പഠിക്കണം, അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ഈ ഇറാഷണൽ നമ്പേഴ്സ്, ഈ അഭിന്നക സംഖ്യകൾ എങ്ങനെ കൂട്ടാം, എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നു? അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ഇറാഷണൽ നമ്പേഴ്സ്, രണ്ട് അഭിന്നക സംഖ്യകൾ എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം എന്നാണ്. ഏതൊക്കെയായിരുന്നു ഇറാഷണൽ നമ്പേഴ്സ്? റൂട്ട് 2 ഉണ്ട്, റൂട്ട് 3 ഉണ്ട്, റൂട്ട് 5 ഉണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഈ റൂട്ട് 2ഉം റൂട്ട് 3ഉം കൂടി കൂട്ടി റൂട്ട് 5 എന്ന് എഴുതാൻ പറ്റുമോ? ചോദ്യമാണ് കേട്ടോ. പറ്റുമോ? അല്ലെങ്കിൽ റൂട്ട് 3ന്റെ അകത്തുനിന്ന് റൂട്ട് 2 കുറച്ച് റൂട്ട് 1 എന്ന് എഴുതാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കാം കേട്ടല്ലോ. ഇത് കണ്ടുപിടിച്ച് വെക്കരുത്, ഇത് ഇത്രയും കണ്ടിട്ട് പോയി കളയരുത്. കാര്യം ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അതാണ് പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമില്ലടാ, എക്സും വൈയും കൂടി നമുക്ക് കൂട്ടാൻ പറ്റുമോ? അതായത് ശ്രദ്ധിച്ചേ, എൻ്റെ ഈ കയ്യിൽ 5 തേങ്ങകളുണ്ട്, ഈ കയ്യിൽ 3 തേങ്ങകളുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടി മൊത്തം എത്ര തേങ്ങയായി? 5ഉം 3ഉം കൂടി കൂട്ടി 8 തേങ്ങകളായി. എൻ്റെ ഈ കയ്യിൽ 4 മാങ്ങകളുണ്ട്, ഈ കയ്യിൽ 2 മാങ്ങകളുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടി ചേർന്ന് 4ഉം 2 6 മാങ്ങകളായി. കേട്ടല്ലോ? ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള ചോദ്യം. എൻ്റെ ഈ കയ്യിൽ 5 തേങ്ങകളുണ്ട്, ഈ കയ്യിൽ 4 മാങ്ങകളുണ്ട്. ഈ കയ്യിൽ 5 തേങ്ങയും ഈ കയ്യിൽ 4 മാങ്ങയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് 9 എന്ത് സാധനമാണ്? തേങ്ങയാണോ? അല്ല. മാങ്ങയാണോ? അല്ല. കാര്യം എന്താ? ഇത് തേങ്ങയാണ്, ഇത് മാങ്ങയാണ്, ഇത് രണ്ടും കൂടി കൂട്ടാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? അത് രണ്ടും വേറെ വേറെ സാധനങ്ങളാണ്. ഇത് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. വേറെ വേറെ സാധനങ്ങൾ കൂട്ടാൻ പറ്റത്തില്ല. തേങ്ങ മാത്രം ഉണങ്ങി കൂട്ടാം, മാങ്ങ മാത്രം ഉണങ്ങി കൂട്ടാം, തേങ്ങയും മാങ്ങയും കൂടി വന്നാൽ കൂട്ടാൻ പറ്റത്തില്ല. അപ്പം ശ്രദ്ധിച്ചു, ഇതേ നോക്കിയേ, ഞാൻ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സും വൈയും കൂടി വന്നാൽ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. എക്സും വൈയും കൂടി കൂട്ടി നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ, എക്സ് പ്ലസ് വൈ. പക്ഷേ നമ്മളുടെ കയ്യിൽ 5x ഉണ്ട്, വേറെ ഒരു 2x ഉണ്ട്, 5xും 2xും, ഇതും x ആണ്, ഇതും x ആണ്. 5xും 2xും കൂടി കൂട്ടി നമുക്ക് എന്തെഴുതാം? 7x എന്ന് എഴുതാം. അതുപോലെ 9xും 3xും കൂടി കൂട്ടി, ഇവിടെയും x ആണ്, ഇവിടെയും x ആണ്, മൊത്തം എത്ര എഴുതാം? നമുക്ക് 12x എന്ന് എഴുതാം. ശ്രദ്ധിക്ക്. അതുപോലെ തന്നെ 3y ഉണ്ട് എൻ്റെ കയ്യിൽ, അതിൻ്റെ കൂടെ 6y കൂടി ചേർത്ത്, ഇത് y അല്ലേ, ഇതും y അല്ലേ, രണ്ടും ഒരേ സാധനങ്ങൾ. 6yയും 3yയും കൂടി കൂട്ടി എന്തെഴുതാം? 9y എന്ന് എഴുതാം. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 10y ഉണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് 2y കുറക്കണം, 10y മൈനസ് 2y എത്ര എഴുതാം? 8y എന്ന് എഴുതാം. എൻ്റെ കയ്യിൽ 3y ഉണ്ട്, അതിൻ്റെ കൂടെ 2x കൂട്ടാൻ പറ്റുമോ? ഇത് y ആണ്, ഇത് x ആണ്, ഇത് കൂട്ടാൻ പറ്റുമോടാ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ, 3y പ്ലസ് 2x എന്ന് എഴുതി നിർത്താനേ പറ്റുള്ളൂ. അപ്പോൾ കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ഈ സാധനങ്ങൾ സെയിം ആയിരിക്കണം. ഇനി ഇവിടെ നോക്ക്, ശ്രദ്ധിച്ചു നോക്കേണ്ടത്, നമ്മളോട് ഇപ്പോൾ റൂട്ട് 2ഉം കൂടി കൂട്ടാൻ പറഞ്ഞാൽ നമുക്ക് കൂട്ടാം. രണ്ടും റൂട്ട് 2 ആണ്. ഇവിടെ ഒരു റൂട്ട് 2 ഉണ്ട്, ഇവിടെ ഒരു റൂട്ട് 2 ഉണ്ട്. അപ്പം മൊത്തം എത്ര റൂട്ട് 2? 2 റൂട്ട് 2. അല്ലെങ്കിൽ വേറെ ഒരു സിമ്പിളായിട്ട്, ഇവിടെ ഒരു 3 റൂട്ട് 2 ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു 4 റൂട്ട് 2 ഉണ്ട്, ഇവിടെ 3 റൂട്ട് 2 എണ്ണം ഉണ്ട്, ഇവിടെ റൂട്ട് 2 4 എണ്ണം ഉണ്ട്. മൊത്തം എത്ര റൂട്ട് 2? 4ഉം 3ഉം 7 റൂട്ട് 2കളുണ്ട്. ഇല്ലെങ്കിൽ വേറൊരു സാധനം നോക്കുക, ഇവിടെ ഒരു റൂട്ട് 5 ഉണ്ട്, ഇവിടെ ഒരു 3 റൂട്ട് 5 ഉണ്ട്. ആൻസർ എങ്ങനെ എത്ര വരും? ഇവിടെ 3 റൂട്ട് 5 ഉണ്ട്, ഇവിടെ ഒരു റൂട്ട് 5 ഉള്ളൂ, ഒന്നല്ലേ, ഒരെണ്ണല്ലേ ഉള്ളു. അപ്പോൾ മൊത്തം എത്ര റൂട്ട് 5? 4 റൂട്ട് 5. അല്ലെങ്കിൽ ഇതേ നോക്കി, ഇവിടെ 6 റൂട്ട് 3കളുണ്ട്, മൈനസ് 2 റൂട്ട് 3 എത്ര വരും ആൻസർ? ഇവിടെ റൂട്ട് 3 6 എണ്ണം ഉണ്ട്, ഇവിടെ റൂട്ട് 3 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണുള്ളത്. 6 റൂട്ട് 3ൽ നിന്ന് 2 റൂട്ട് 3 കുറച്ചാൽ ബാക്കി ആൻസർ എത്ര വന്നു? 4 റൂട്ട് 3. അതുപോലെ 5 റൂട്ട് 2 പ്ലസ് 3 റൂട്ട് 3 ചെയ്യാൻ പറ്റുവാണോ? ഇല്ല. അതേ ശ്രദ്ധിച്ചേ, ഇവിടെ റൂട്ട് 2ഉം ഇവിടെ റൂട്ട് 3ഉമാണ്, രണ്ടും വേറെ വേറെ സാധനമല്ലേ. വേറെ വേറെ സാധനമാണെങ്കിൽ കൂട്ടാൻ പറ്റത്തില്ല. 5 റൂട്ട് 2 അതുപോലെ തന്നെ എഴുതുക, പ്ലസ് 3 റൂട്ട് 3 അതുപോലെ തന്നെ എഴുതുക, നിർത്തുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ ഈ റൂട്ടുകൾ
ഇത് സെയിം ആണോ എന്ന് നോക്കുക. സെയിം ആണെങ്കിൽ കൂട്ടുക, സെയിം ആണെങ്കിൽ കുറയ്ക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ √2 + √3 √5 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. √3 - √2 √1 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. പകരം എന്തെഴുതാം? √2 + √3 രണ്ടും വേറെ വേറെ സാധനമാണ്, ഇങ്ങനെ തന്നെ എഴുതി വെക്കാനേ പറ്റുള്ളൂ. √3 - √2 വേറെ വേറെ സാധനങ്ങളാണ്, ഇങ്ങനെ തന്നെ എഴുതി വെക്കാനേ പറ്റുള്ളൂ. ഇത്രേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം, റൂട്ടുകൾ കൂട്ടാനോ കുറയ്ക്കാനോ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് സെയിം ആണെങ്കിൽ കൂട്ടുക, സെയിം ആണെങ്കിൽ കുറയ്ക്കുക. ഇത്രേ ഉള്ളൂ. നമുക്ക് 2-3 ചോദ്യം ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചു. അപ്പൊ ശ്രദ്ധിച്ചോടാ, നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റൂട്ടുകൾ കൂട്ടാനും കുറയ്ക്കാനും പോവുകയാണ്. നമ്മൾ പറഞ്ഞു ഒരേ സാധനമാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം, ഒരേ സാധനമാണെങ്കിൽ കുറയ്ക്കാം. ശ്രദ്ധിച്ചോ, ഇവിടെ √2 ആണ്, ഇവിടെയും √2 ആണ്. അപ്പൊ കൂട്ടാല്ല. √2 3 √2, ഇവിടെ 3 √2 ഉണ്ട്, ഇവിടെ ഒരെണ്ണമല്ലേ ഉള്ളൂ. രണ്ടും കൂടി കൂട്ടാകുമ്പോൾ 3ഉം 1ഉം എത്രയാണ്? 4 √2. ശ്രദ്ധിച്ചു, ഇവിടെ √3 ആണ്, ഇവിടെയും √3 ആണ്. കൂട്ടാൻ പറ്റുമല്ലോ? പറ്റും. ഇവിടെ 3 √3, ഇവിടെ 2 √3, മൊത്തം എത്ര √3? 5 √3 അല്ലെ? ഇനി ഇവിടെ നോക്കിയടാ, ഇവിടെ √2 ആണ്, ഇവിടെ √3 ആണ്. ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ, 5 √2 + 5 √3. ഇത് നമുക്ക് കൂട്ടാൻ പറ്റാത്ത സാധനമാണ്. എന്താ കാര്യം? ഒന്ന് √3 ഒന്ന് √2 ആണ്, കൂട്ടാൻ പറ്റത്തില്ല. ഇവിടെ നോക്ക്, ഇവിടെ √5 ആണ്, ഇവിടെയും √5 ആണ്. ഇവിടെ 7 √5 ഉണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് 2 √5 കുറയ്ക്കണം. അപ്പൊ 7ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 5 √5. അതുപോലെ തന്നെ ഇവിടെയും √2 ആണ്, ഇവിടെയും √2 ആണ്. കൂട്ടാമല്ലോ. ഇവിടെ 8 √2, ഇവിടെ 1 √2, മൊത്തം എത്രയാണ്? 9 √2. അപ്പൊ അടുത്തത് ഇവിടെയും √3 ആണ്, ഇവിടെയും √3 ആണ്. 4 √3ൽ നിന്ന് 1 √3 പോകുമ്പോൾ എത്രയാണ്? 3 √3. ഇവിടെയും √7 ആണ്, ഇവിടെയും √7 ആണ്. 9 √7ഉം 2 √7ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 11 √7. ഇവിടെ നോക്കിയേ, ഇവിടെ √5ഉം ഇവിടെ √3ഉം ആണ്. ചെയ്യാൻ പറ്റുമോ? √5ഉം √3ഉം ആണ്. കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെ എഴുതിക്കോളണം, +2 √3. ക്ലിയർ ആയോടാ? എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ തുടക്കം. ഇനി നമുക്ക് കുറച്ചായിട്ട് പഠിക്കാം. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇനി ബാക്കി അടുത്ത പാർട്ടിൽ.